പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ വെടിയെന്നാണ് വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടം. ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയില്ല. സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മൾ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷന്റെ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷന്റെ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷന്റെ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ, ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെൻറ്റ്, സേഫ്റ്റി, ബൗണ്ടറീസ്, ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അതില്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് നിങ്ങളെ പൊതുവെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ശ്രീലക്ഷ്മി അറക്കൽ, പേരിൽ നിന്ന് തന്നെ കറക്റ്റ് അറിഞ്ഞു തന്നെയാണ് വീട്ടുകാർ കേട്ടോ പേരിട്ടത്. അറക്കൽ. ഇവളെ കണ്ടു കഴിഞ്ഞാലും, അതായത് ഇവൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും അറപ്പ് തന്നെ തോന്നും ഗൈസ്. അതുപോലത്തെ കാര്യങ്ങളാണ് വായിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇവളുടെ മഹിമയും കാര്യങ്ങളും ഒക്കെ ഇവൾ തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇവൾ ആദ്യം ഒരു വീഡിയോയിൽ നിങ്ങൾ കേട്ടല്ലോ, അതായത് വെടിച്ച് എന്ന് പറഞ്ഞ് നാട്ടുകാർ വിളിക്കുന്നു എന്നുള്ള, ഇവളെയൊക്കെ അല്ലേ അങ്ങനെ വിളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്തായാലും, അതായത് പുള്ളിക്കാരി അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരി അങ്ങനെയാണെങ്കിൽ അതായത് ഞാൻ അങ്ങനെയാണ് എന്ന് ആർക്കും പറയാം അല്ലേ. നമ്മുടെ കാര്യം നമുക്ക് പറയാം, ഞാൻ അങ്ങനെയാണ്, എനിക്ക് പീരിയഡ്സ് ടൈമിൽ എനിക്ക് ആരെ കിട്ടിയാലും മതി. അതായത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഡെലിവറിക്ക് വരുന്ന ആളെ മതി, അല്ലെങ്കിൽ വഴിയിലിരിക്കുന്ന ആരെങ്കിലും മതി, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ആണെന്ന് പറയുന്നൊരു ശരീരത്തെ മാത്രം മതി എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നീ മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെയാണെന്ന് ഒരിക്കലും വെച്ചേക്കരുത് കേട്ടോ. അല്ല, പറയാനായിട്ടുള്ള റൈറ്റ് നിനക്കില്ല. അതായത് പെണ്ണുങ്ങളുടെ ഒരു സമൂഹത്തെ മുഴുവനാണ് നീ ഇന്ന് നാണം കെടുത്തിയിരിക്കുന്നത്. നിൻ്റെ കാര്യം നിനക്ക് പറയാം, അതിന് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ ഒരു ചാനൽ ഏതാണ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചാനലിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, മൊത്തം ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരെയാണ്? ഈ സെക്സ് വർക്കേഴ്സ്, അങ്ങനത്തെ ആൾക്കാരെയാണ്. അപ്പോൾ അത് അവരുടെ ഒരു പണിയാണ്. അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, അതിനെ ഞാൻ ഒന്ന് പുച്ഛിച്ച് കാണുകയും ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ചാനൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം എന്തിനാണ് സോഷ്യലൈസ് ചെയ്യുന്നത്? പലവർക്കും, ഇപ്പോൾ പല കുട്ടികൾക്കും തോന്നാറുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേ പൈസ കിട്ടും. ഇപ്പോൾ ഈ ഒരു ചാനൽ തന്നെയായിരുന്നു ആദ്യം ആൺവേശ്യനെ കൊണ്ടുവന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ വൈറലായതിനു ശേഷം ഞാൻ പലവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പണിക്ക് പോയാൽ മതി, ആരെയും മുഖമൊന്നും കാണിക്കണ്ടല്ലോ, 1 ലക്ഷം 2 ലക്ഷം കിട്ടൂലേ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അങ്ങനെ ചിന്തിക്കൂലേ ഈ ഒരു സംഭവം വെച്ചിട്ട്?
അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളൊക്കെ എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജാണ് ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? ഇതുപോലെയൊക്കെയുള്ള സാമാന്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറയുന്നത് എന്തോ വലിയ വലിയ സംഭവമാണെന്നാണ്. പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, നമുക്ക് സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂടും. ബിക്കോസ് നമ്മൾക്ക് ഓവുലേഷൻ ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോൺ പോലെയുള്ള ഹോർമോൺസ് നമുക്ക് ഹൈ ആയിട്ടിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് സെക്സ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കൂടുതലായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ വഴിയെ പോകുന്നവരെ ആരെ കണ്ടാലും അവരെ എല്ലാം നോക്കി സെക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ആണിനെ കിട്ടിയാൽ മതി, നമ്മുടെ ആഗ്രഹം തീർക്കാൻ ഏതെങ്കിലും ഒരു ആണിനെ കിട്ടിയാൽ മതി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. സയൻറ്റിഫിക്കലി പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് ആ ഒരു ടൈമിൽ സെക്സ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ സെക്സിനോടുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതലാണെന്നുള്ളൊരു കാര്യം. അത് ഏത് പെണ്ണാണെങ്കിലും നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് നമുക്ക് നമ്മുടെ ശരീരം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ഈ റേപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വഴങ്ങി കൊടുത്താൽ പോരെ. എന്തിനാണ് നമ്മൾ അതിനെ തടുക്കുന്നത്? അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും പുള്ളിക്കാർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് അത് ചോദിക്കരുത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരും. അങ്ങനെ ഒരു 28 വയസ്സുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. മെയിനായിട്ട് ഈ ഒക്കെ പറയുന്ന പരിപാടിയുണ്ട്. നല്ല രസമാണ്, ഭയങ്കര ഫീലിങ്സ് ആണ്, നല്ല രസമാണ്. നമ്മള് എന്തോ സ്വർഗലോകത്തൊക്കെ ആയിരിക്കും. ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പുരുഷന്മാരുടെ ഭാഗ്യം. കാരണം ഇഷ്ടംപോലെ സെക്സിന് ഒരു പരിചയം ഉണ്ടാവത്തില്ല. അപ്പൊ ഇവരാ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തന്നാൽ അവള് ഭയങ്കര കടി മൂത്തന്റെ പുറകെ നടക്കുവന്നു. പക്ഷെ അവന്റെ സെക്സ് വലിയ കൊള്ളത്തില്ലായിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്സ് നല്ലല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ പല ആൾക്കാർക്കുണ്ടാവും, ചില ആൾക്കാർ പറയത്തില്ല. അത് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇപ്പൊ ഞാൻ ഇവരോടൊക്കെ പോയിട്ടേ സേഫ് ആയിട്ട് എടുത്തില്ലെങ്കിൽ എനിക്കിപ്പോ 4 പിള്ളേരായിട്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നത്, മനസ്സിലായോ? വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യലി ഇങ്ങനെ ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് മോൾക്ക് ഇപ്പോൾ ഇത്ര പ്രശ്നം. അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ച് ചെയ്യാമായിരുന്നു. അപ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ആൾക്ക് അങ്ങനെ എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചേട്ടന്മാരെ, നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയയ്ക്കുക, പിന്നെ ആരോടും പറയാതിരിക്കുക ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനോട് എന്ത് സംസാരിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പുള്ളിക്കാരിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക പറയേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ ഒരു അധ്യാപിക ഷെയർ ചെയ്യേണ്ട ഒരു മെസ്സേജാണോ ഈ പുള്ളിക്കാരി ഷെയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ അധ്യാപികയുടെ മുന്നിൽ വന്നിരുന്ന് പഠിക്കേണ്ട ആൺകുട്ടികളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെയും ഇവരിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരെ പഠിപ്പിക്കുന്ന ആ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെയും അവസ്ഥയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു അധ്യാപിക ആയിട്ടുള്ള ജോലിയും അതുപോലെ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർ ഒന്നും ഒരിക്കലും ആകാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർ പറയുന്നുണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട് രാത്രിയും രാവിലെയൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, നാട്ടുകാരൊക്കെ വിളിക്കുന്നത് വെടിച്ച് എന്നാണ്. പിന്നെ നിങ്ങളെ എന്താണ് വിളിക്കേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഇത്രയധികം സ്ത്രീകളുണ്ട്, ഇത്രയും അധികം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളാരും ഇങ്ങനെ വന്ന് പറയുകയോ ചെയ്യുകയോ, ആക്ച്വലി നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് പോയി ചെയ്താലും കുഴപ്പമില്ല. കാരണം ആ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആൾക്കാരാണല്ലോ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഇങ്ങനെ വന്ന് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള, നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പോലും ഒരിക്കലും സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, സെക്സ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം, ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വഴിയെ പോകുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തീർക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. പക്ഷെ മറ്റുള്ളവരും അങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു റൈറ്റും നിനക്കില്ല.
ഒരു സ്ത്രീയും തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ ശരീരത്തിൽ തൊടിപ്പിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അതൊരു വർക്കായിട്ട് കൊണ്ട് നടക്കുന്നവർ പോലും അവരുടെ പോലും ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലവരോട് താല്പര്യം തോന്നാറില്ല. അങ്ങനെ താല്പര്യം തോന്നാറില്ല, പൈസയ്ക്ക് വേണ്ടി മാത്രം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്തവരുടെ കൂടെ പോകുന്ന അല്ല ആ ഒരു സുഖം, ആ ഒരു സാധനം മാത്രമല്ല. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ഗൈസ്. ഇവരൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മളെ എല്ലാ സ്ത്രീകളും ഇവർക്കെതിരെ വരണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ എൻ്റെ ഒരു ഹമ്പിളായിട്ടുള്ളൊരു റിക്വസ്റ്റാണ് ഗൈസ്. അതായത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഏത് ചാനലാണെങ്കിലും ഒന്ന് ഇൻ്റർവ്യൂ എടുക്കാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ചാനലാകും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പേഴ്സിന് മാത്രം ഈ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന പോലെ. കാരണം നിങ്ങൾ പല ആൾക്കാരെ ഈ ഒരു ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഈ ഒരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് നിങ്ങൾ കൊണ്ടുവരാറുള്ളതും ഇൻ്റർവ്യൂ വെക്കാറുള്ളതും. അവരൊക്കെ ഇതെന്തോ മഹത്തായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് വലിയ രീതിയിൽ പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കാം. പക്ഷേ എങ്കിലും അതിനെ സോഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇതല്ല ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഇതല്ല, വളരെ റോങ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്, ബൈ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പും ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്, ബൈ ഗൈസ്.